ഒരു 3 വർഷമായിട്ട് അല്ലെ 2.5 വർഷം മേലെയാണെന്ന് തോന്നുന്നു എനിക്ക് പരിചയമായിട്ട്. അന്ന് മുതൽ എൻ്റെ അടുത്ത് വൾഗറായിട്ടുള്ള സംസാരമാണ് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ടെലഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അയാൾ വന്ന് മെസ്സേജ് അയക്കുകയും മാത്രമല്ല ബാംഗ്ലൂർക്കും ഹൈദരാബാദും വരാൻ ആവശ്യപ്പെടുകയും റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ ആവശ്യപ്പെട്ടത്. അത്തരം ഇടങ്ങളിലേക്ക് പോയി നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും ലൈംഗിക ദാരിദ്ര്യവും വൈകൃതമായിട്ടുള്ള നേതാവിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന എല്ലാ അലിഗേഷൻസും നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഈ ഒരു അലിഗേഷൻ എന്താണ്, എന്തർത്ഥമാണ് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്ത് എന്തോ. പക്ഷെ ഇതിലൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ആയിട്ട് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഇടയിൽ എന്നെ പേടിപ്പിക്കാൻ കൂട്ടുനിന്നു, എന്നോട് മോശം സംസാരിച്ചു, ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പ്രതികരിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഇത്രയും നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. 2-3 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ കുടയും പൊക്കി പിടിച്ചോണ്ട് വരും പുറകെ. എന്നെ അത് ചെയ്തു, അത് റേപ്പ് ചെയ്യാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റേപ്പ് ചെയ്യും പോലെ കേൾക്കുമ്പം തന്നെ ഒരു ഇത് തോന്നുന്നു. എന്തോ ആൾക്കാരിത്. എന്തായാലും ഇത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ച ഒരാളായിരുന്നു മാങ്കൂട്ടത്തെന്ന് അറിയില്ല. എന്തായാലും ബാക്കി പലതും നമുക്ക് കുറേയൊക്കെ വിശ്വസിക്കാം, പക്ഷെ ഇത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. ഇല്ലെങ്കിൽ പതറാതെ എഴുതി വെച്ചതൊന്ന് പഠിച്ചിട്ട് വന്ന് പറഞ്ഞൂടെ? ഇങ്ങനെ വിക്കി പറയുമ്പോഴത്തേക്ക് കാണുന്ന ആൾക്കാർക്കൊക്കെ എന്ത് തോന്നും? കാരണം ഇത് കള്ളത്തിലാണെന്നല്ലേ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ. അപ്പം നമ്മൾക്ക് ഒരു കാര്യം പറയിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എഴുതി തരുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വരണം. പഠിച്ചു വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ എവിടെയും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം അത് ഞങ്ങൾ വാനിഷ് മോഡിലാണ് അയച്ചത്, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പതറാതെ നിന്ന് പറയൂ. അല്ലെങ്കിൽ ഇത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ച ഒരാളായിരുന്നു എന്ന് മാങ്കൂട്ടത്ത് അറിഞ്ഞില്ല. എന്തായാലും കൊള്ളാം.